ബായ്. ഞാൻ കേരളത്തിലുണ്ട്. ചെറിയൊരു കല്യാണം കഴിക്കാൻ വന്നതാ. പെണ്ണിനൊക്കെ കണ്ടു കഴിഞ്ഞു. നമ്മുടെ ഒരു ആന്റിയുടെ സെറ്റപ്പ് ബായ്. അതിനെന്താ അങ്ങ് പോരെ. ശരി, ഞാൻ ലൊക്കേഷൻ അയച്ചു തരാം. നമുക്ക് കൂടാതെ. ഓക്കെ ബായ്, ശരി. എവിടെ നോക്കിയാടാ വണ്ടി കൊണ്ടുവരുന്നത്? അതുകൊള്ളാം. ഞാൻ നേരെ നോക്കി തന്നെ വന്നത്. മൊബൈലിൽ സംസാരിച്ചോണ്ടെന്നാ നീയല്ലേ? മൊബൈലിൽ സംസാരിച്ചൊക്കെ വിട്. ഞാൻ സ്ട്രൈറ്റ് തന്നെ വന്നേ. വളയുമ്പോ നീ വേണമായിരുന്നു ശ്രദ്ധിക്കാൻ. ഞാൻ ശ്രദ്ധിച്ചൊക്കെ തന്നെയാ വന്നത്. വണ്ടിയിൽ ഇങ്ങോട്ട് കൊണ്ടിടിച്ചിട്ട് ന്യായം പറയുന്നു. നീയൊക്കെ എവിടുന്നടാ? വഴക്കൊന്നും വേണ്ട. എന്നെ നിനക്ക് അറിയില്ല. ഒരു നല്ല കാര്യത്തിന് പോന്നോണ്ട് നിന്നെ വെറുതെ വിടുന്നു. ഓടാ. പോട്ട് പോട്ട് പോട്ട്. ഇവനൊക്കെ എവിടെ നോക്കി വരുന്നാന്ന്? ഹലോ. അതെ, മാഗസീൻ ആവുമ്പോ മാറ്ററെല്ലാം എത്തിച്ച ശേഷം 2 ആഴ്ചയെങ്കിലും സമയം കിട്ടണം. പ്രൂഫ് നോക്കാൻ നിങ്ങളുടെ ഒരാളിനെ വിട്ടാൽ മതി. ശരി. ഒരു 5 രൂപ അഡ്വാൻസ് കൊടുത്ത് വിട്ടേക്കണം. ശരി ശരി, ഓക്കെ. ഇരുന്നാട്ടെ, പറഞ്ഞോളൂ. ഇൻവിറ്റേഷൻ ആണോ? വെഡിങ് കാർഡാ. മാറ്ററൊക്കെ ഇവിടെ അറിയാമെന്ന് അഖില മാഡം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. തൃച്ചംബരത്തിൽ നിന്നാണെന്ന് അറിഞ്ഞില്ല കേട്ടോ. സാർ ഫോട്ടോ കൊണ്ടുവന്നായിരിക്കും അല്ലേ? അതെ. എന്താ ഫോട്ടോ മാറ്റണോ? സൂക്ഷിച്ചു നോക്കുന്നുണ്ട് ചോദിച്ചെന്നുള്ളൂ. വേണ്ട സാർ, ഇത് മതി. നല്ല ഫോട്ടോകളാണ്. അപ്പൊ പിന്നെ ഒട്ടും കുറയ്ക്കണ്ട. കാർഡ് നല്ല കളർഫുൾ ആയിക്കോട്ടെ. കല്യാണത്തിന് ഇനി അധികം സമയമില്ല. എത്രയും പെട്ടെന്ന് തന്നെ കാർഡ് കിട്ടണം. അതിനെന്താ, ഇപ്പൊ തന്നെ പണി തുടങ്ങാം. ഫോട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. മാറ്റർ കമ്പോസ് ചെയ്ത് വെച്ചിരിക്കുക. എന്നാ പിന്നെ ഓക്കെ, പണി നടക്കട്ടെ. ഓക്കെ, ശരി. ഗുഡ് ഈവനിങ് ആന്റി. ഗുഡ് ഈവനിങ് അങ്കിൾ. ഗുഡ് ഈവനിങ്. ഇതാര്? സുബ്രഹ്മണ്യോ? താനിതപ്പോ വന്നു? എനിക്ക് ട്രാൻസ്ഫർ ആയി അങ്കിളെ. ഇനി ഞാൻ ഇവിടെ കാണും. ഡൈനിങ് ടേബിളിൽ ഒരു കസേര എനിക്കൂടെ ഒഴിച്ചിട്ടിരുന്ന മതി. അതിനെന്താ, മുൻപ് ശബരിക്കായിരുന്നു ആ കസേര. ഇനിയിപ്പൊ നീ അതിലിരുന്നു. ആനന്ദിന്റെ ഫ്രണ്ട്സിന് തൃച്ചംബരത്ത് എന്നും ഒരു സ്ഥാനം ഉണ്ടാവും. അറിയാം ആന്റി.
ഞങ്ങളിവിടെ വരുന്നത് അവനെ കാണാൻ മാത്രമല്ല, ആന്റിയെയും അങ്കിളിനെയും കൂടി കാണാൻ വേണ്ടിയാ. ആ, ഇപ്പൊ കണ്ടു, ഇനി നാളെ വരാം. ശരി. ഇപ്പൊ ഗുഡ് നൈറ്റ്. ശരി, ഓക്കെ, good night. ഗുഡ് നൈറ്റ്. ആ. എങ്ങനെയെങ്കിലും വലിയൊന്നിനൊന്ന് കാണണമല്ലോ. എന്താ ഇപ്പൊ ഒരു വഴി? വലിയുഞ്ഞിന്റെ കൂട്ടുകാരനും അനിയകുഞ്ഞും ഒക്കെ ഇപ്പൊ മുറിന്ന് പോയി കാണും. ഇപ്പൊ പോയാ വലിയുഞ്ഞിനെ കാണാൻ പറ്റും. ഒന്ന് ശ്രമിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട, വിലാസിനെ മേഡം അങ്ങനെ കണ്ട അതോടെ തീർന്നു. ഏതായാലും വലിയുഞ്ഞിനെ കാണാതെ പറ്റില്ല. കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്ത് നോക്കാം. ചിലപ്പോ വലിയുഞ്ഞ് പുറത്തേക്ക് ഇറങ്ങും. ദേവി സഹായിക്കണേ. എല്ലാരും ജോലി കഴിഞ്ഞ് പോയിട്ടും പതികളുടെ നിപ്പാണല്ലോ. ഇത് ബ്രോയെ കാണാനുള്ളത് അത്ര പാടാ. ഇപ്പൊ ശരിയാക്കി തരാം. എത്ര നേരമായി ഞാൻ കാത്തു കാത്തു നിൽപ്പൂ. ആ കല്യാണി, ഗുഡ് ഈവനിങ്. എന്തു പറ്റി? എല്ലാരും പോയല്ലോ, കല്യാണി പോകുന്നില്ലേ? അത് മാഡം ചെയ്യാൻ ഏൽപ്പിച്ച എന്തോ ഒരു കാര്യം മറന്നു. ഞാനത് ഓർമ്മിച്ചെടുക്കാൻ. അതെന്ത് ജോലിയാണെന്ന് എനിക്ക് അറിയാം. ഏയ് സമയം ഒരുപാടായില്ലേ കല്യാണി. എന്ത് കാര്യമാണെങ്കിലും ഇനി അത് നാളെ വന്ന് ചെയ്താൽ മതി. ഇപ്പൊ പോയിക്കോ. ദാസേട്ടൻ തിരക്കും. ഏയ് അതിന് കുഴപ്പമൊന്നുമില്ല. അനികുഞ്ഞു പോയിക്കോ. ഞാനത് എന്താണെന്ന് ഓർത്തെടുത്തിട്ട്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എല്ലാരും പോയിട്ട് ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നതിന്റെ രഹസ്യം എന്താണെന്ന്. ഇത് അമ്മ പറഞ്ഞ കാര്യത്തിനൊന്നല്ല. അല്ലാതെന്താ? അനികുഞ്ഞ് എന്തൊക്കെയാ പറയണേ? കല്യാണി, ദേ എന്നോട് വേണ്ടേ കളി. ഈ മനസ്സിലുള്ളത് എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്ത് കാര്യം? പറയാം. കല്യാണി ഇന്ന് മനസ്സുകൊണ്ട് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളെ കാണാനല്ലേ ഈ കള്ളം പറഞ്ഞ് കാത്തു നിൽക്കുന്നത്? ഏയ് അങ്ങനെയൊന്നുമില്ല. അനികുഞ്ഞ് വെറുതെ ഒരു നോയിച്ചെടുക്കുന്നതാ. ഓ പിന്നെ ഊഹൊന്നുമല്ല, യാഥാർത്ഥ്യം. കല്യാണി, എല്ലാം അറിയുന്ന എന്നോട് എന്തിനാ ഒളിച്ചു വയ്ക്കുന്നത്? ഏതായാലും കാണാൻ കൊതിക്കുന്ന ആളെ ഞാൻ വിളിക്കാം. കണ്ണിറയെ കണ്ടോളൂ. അരേ സിപി ബായ്, അരേ ചന്ദ്രപ്രതാപ് ബ്രോ. ഈ അനികുഞ്ഞ് എന്തിനാ അയാളെ വിളിക്കുന്നത്? സിപി ബ്രോ, ഹലോ. ആ ഹേ അരവിന്ദ് ഭായ്, വിളിച്ചായിരുന്നോ? വിളിച്ചു വിളിച്ചു വിളിച്ചു. വിളിപ്പിച്ചതേ ഞാനല്ല, മറ്റൊരാളോ. എനിക്ക് നാണോ. കല്യാണി ഇതെവിടെ പോന്നേ? അനികുഞ്ഞ് മാറ്, എനിക്ക് വീട്ടിൽ പോണം. ഏയ് അത് കൊള്ളാം.
ഇത്രയും നേരം വളരെ ആഗ്രഹത്തോടു കൂടി ബായിയെ കാണണം, ആ ശബ്ദം കേൾക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ബായിയെ കണ്ട് നാണം വന്നോ? എന്താ കല്യാണി ഇതൊക്കെ? അരവിന്ദ് ഭായ്, ഈ പറഞ്ഞതൊക്കെ സത്യാണോ? സത്യം. ഞാൻ മുംബൈയിൽ നിന്ന് വന്നപ്പോ തൊട്ട് ആഗ്രഹിക്കുന്നതാ ഒറ്റയ്ക്കൊന്ന് കാണണം. ഇപ്പൊ കല്യാണിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് അറിഞ്ഞപ്പോ തുള്ളി ചാടാൻ തോന്നുന്നുണ്ട്. അയ്യോ, കൊള്ളാം. ശരി. അപ്പൊ ഞാൻ ഇനി സ്വർഗത്തിലെ കട്ടറും പാവാൻ നിൽക്കുന്നില്ല. ഞാൻ പോവാണേ. ശരി കല്യാണി. കെട്ടാൻ പോകുന്ന ചെക്കനല്ലേ, വലിയ നാണൊന്നും വേണ്ട കേട്ടോ. സംസാരം നടക്കട്ടെ. താങ്ക്സ് അരവിന്ദ് ഭായ്. അല്ല, നീ പതിവില് സുന്ദരനാണല്ലോ. ആ, ഒരു കല്യാണ കലയൊക്കെ വന്നു. സുന്ദരൻ. പോട്ടെ. കല്യാണി പോവല്ലേ, അവിടെ നിക്ക് കല്യാണി. എന്താ കല്യാണി എന്നെ കണ്ടപ്പോഴേ പോവാൻ നോക്കുന്നത്? നാണം വന്നിട്ടാണോ? വീട്ടിൽ അച്ഛൻ എത്തിക്കാണും, ഞാൻ പോവാ. യെസ്, ഇത് തന്നെ കല്യാണി ഞാൻ പ്രതീക്ഷിച്ചത്. ഗുഡ് ഗഡ്. ചന്ദ്രപ്രതാപ, ഗോവിന്ദ. പോടി, പൊയ്ക്കോ നീ. ഇത് അച്ഛൻ വന്നിട്ട് പോകുന്നതല്ലെന്ന് എനിക്കറിയാം. സാരമില്ല, ഇനി കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ കല്യാണത്തിന്. അത് കഴിഞ്ഞ് മുംബൈക്ക് പോയി കഴിഞ്ഞാ കഥ മാറ്റും ഞാൻ. ഇത് ചന്ദ്രപ്രതാപിന്റെ തീരുമാനം. ഇന്നാ ഞാൻ അറിഞ്ഞ് എൻ്റെ ബ്രോ കല്യാണി ഇത്ര അധികം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. കല്യാണി ബോധം കെട്ട് വീണപ്പോൾ ബ്രോ ആകെ തളർന്നുപോയി. സത്യം പറയാലോ കല്യാണി, എൻ്റെ ബ്രോയുടെ കണ്ണ് നിറയുന്നതും ഇങ്ങനെ പ്രാന്തായി പോകുന്നതും ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ബ്രോയുടെ ഉള്ളിൽ കല്യാണിക്ക് എത്രത്തോളം സ്ഥാനമുണ്ടെന്ന് ഇന്ന് ഞാൻ മനസ്സിലാക്കി. എന്ത് ബ്രോ ഇത്? കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേ, കുറച്ച് നാളുകൂടി വെയിറ്റ് ചെയ്താൽ മതി. എല്ലാം ഒന്ന് ശരിയായി വരുന്നേ ഉള്ളൂ. അതിന്റെ ഇടയിൽ അല്ലടാ, അവൾ ഒരുപാട് വിഷമിച്ചാ പോയത്. ഒരു ആശ്വാസമാവട്ടെ എന്ന് കരുതി. അതിനെന്താ, ഞാൻ സംസാരിക്കല്ലോ. ഹലോ വലിയ വലിയ കുഞ്ഞല്ല, അനിയൻ കുഞ്ഞ. എന്തു പറ്റിയ കല്യാണി? ആള് മാറിയപ്പോ ഒരു മൗനം. അത് അനിയൻ കുഞ്ഞെ, വലിയ കയ്യിലേക്കൊന്ന് ഫോൺ കൊടുക്കോ? അതിനെന്താ, കൊടുക്കാലോ. കല്യാണി പറഞ്ഞാ ഞാൻ കൊടുക്കാതിരിക്കോ? അല്ല, ബ്രോയുടെ എന്തു പറയാനാ? ആ മനസ്സിനുള്ള ഇഷ്ടം തുറന്നു പറയാനല്ലേ? പറ, അതിനല്ലേ? അതിനാണെങ്കിൽ ഞാൻ ഇപ്പൊ ബ്രോയുടെ കയ്യിൽ ഫോൺ കൊടുക്കാം.
കട്ട് ചെയ്തു. നീ ആ ഫോണിൽ എടുക്കുക, ഞാൻ അങ്ങോട്ടൊന്ന് വിളിക്കാം. വേണ്ട ബ്രോ, കല്യാണി അല്ല സംസാരിക്കാനുള്ളത്, കല്യാണിയുടെ മനസ്സ് സംസാരിക്കണം. അതിനു വേണ്ടി ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നേ. എല്ലാം എൻ്റെ ബ്രോയ്ക്ക് വേണ്ടിയല്ലേ. എന്നാ ഫോൺ ദേ, ഞാൻ പോകുമ്പോൾ ബ്രോ വിളിക്കില്ല എന്നുള്ളത് എൻ്റെ വിശ്വാസം. അത് ബ്രോ തെറ്റിക്കില്ലെന്ന് എനിക്കറിയാം. പ്ലീസ്, ഓക്കെ? ആ പ്രിന്റ് ചെയ്യാം. കളർ കോൺട്രാസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. കളർ കുറയുന്നുണ്ടോ എന്നൊരു സംശയം. വേഗം റെഡിയാക്കണം. ഇല്ലല്ല, താമസിക്കില്ല. ഓക്കെ. നമസ്കാരം. നമസ്കാരം. ഇരിക്കും. എന്താ വേണ്ടത്? ഞാൻ തൃച്ചംബരത്തുനിന്ന് മാഡം കല്യാണ ലെറ്റർ വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു. ആ, സംഗതി റെഡി ആയിട്ടുണ്ട്. പാക്ക് ചെയ്ത് വെച്ചിരിക്കുക. ആ രതീഷേ, തൃച്ചംബരത്തെ കല്യാണത്തിന്റെ കാർഡ് ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇങ്ങെടുക്ക്. ഇത് സാമ്പിൾ കത്താ. ഇഷ്ടപ്പെട്ടോ നോക്കിയാട്ടെ. വേണ്ട, ആദ്യത്തെ കത്ത് തുറക്കുന്ന മാഡായിരിക്കണം. മാഡം വിളിച്ചു പറയും നല്ലതാണോ ചീത്തയാണോ എന്ന്. ശരി ശരി, എങ്കിൽ ഞാനായിട്ടത് മുടക്കുന്നില്ല. പിന്നെ പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ടു, നന്നായിട്ടുണ്ട്. അഖിലാണ്ടേശ്വരി മാഡത്തിന്റെ സെലക്ഷൻ അല്ലേ, മോശമാവില്ലല്ലോ. അതെന്റെ മോളാ. ഓ, അത് ശരി, ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഏതായാലും മോള് ഭാഗ്യം ചെയ്ത കുട്ടിയാ. ആ, എല്ലാ ഈശ്വരാനുഗ്രഹം. ഞാൻ ഇറങ്ങിക്കോട്ടെ. ആ ശരി. ഓക്കെ ഓക്കെ ഓക്കെ, ഓർഡർ അയച്ചു കൊടുത്തിട്ടുണ്ടല്ലേ? വെരി ഗുഡ്. എല്ലാം അതിൻ്റെതായ രീതിയിൽ ചെയ്താൽ മതി. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ, ശരി, ബൈ. അഖിലേ, ആശ്രിത നിയമനത്തിന്റെ പോസ്റ്റിംഗ് ഓർഡർ അയച്ചിട്ടുണ്ട്. അരവിന്ദ് പറഞ്ഞു കൃഷ്ണേട്ടാ. ആ, അതേതായാലും നന്നായി. ആ കുടുംബത്തെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. ആന്റി ചോദിക്കാം. അങ്ങോട്ട്. എന്താ വിലാസിനി? അതൊന്നുമില്ല ഏട്ടാ. കല്യാണ ലെറ്റർ എപ്പ കിട്ടുമെന്ന് അറിയാനാ ഇവൻ ഈ വെപ്രാളം കാണിക്കുന്നത്. അല്ലെങ്കിലേ കല്യാണത്തിന് ഇനി അധികം ദിവസമൊന്നും ഇല്ലല്ലോ. എനിക്ക് മുംബൈയിലെ കുറച്ച് ഫ്രണ്ട്സിനെ വിളിക്കാനുണ്ടായിരുന്നു, അതുകൊണ്ടാ. ആയിക്കോട്ടെ, ലെറ്ററൊക്കെ അടിച്ചു കഴിഞ്ഞു. ദാസേട്ടൻ എടുക്കാൻ പോയിരിക്കുക. വൈകാതെ ദാസേട്ടൻ കത്തുമായിട്ട് വരും. അപ്പം നോക്കാം. സർ, ആ. ചായ.
നമസ്കാരം സാർ. നമസ്കാരം മാഡം. ആ ജോത്സരോ വരൂ, ഇരിക്കൂ. കല്യാണി ചായ. ജോത്സ്യൻ ബാംഗ്ലൂരിലോ മറ്റോ പോയിരുന്നത് കൊണ്ട് വേറൊരാളുടെ കയ്യിൽ കൊടുത്ത് പൊരുത്തു നോക്കി. കല്യാണത്തിന്റെ കത്തും അടിക്കാൻ കൊടുത്തു. എന്നാൽ ഒരു തൃപ്തിക്കുറവ്, അതാ പിടിപ്പിച്ചത്. അതെ, വേറൊന്നുമല്ല കാര്യം. ജാതകങ്ങൾ ജോത്സ്യരെ തന്നെ നോക്കി ഫലം പറഞ്ഞാലേ അഖിലേക്ക് തൃപ്തി വരും. ഇതെങ്ങനെ സംഭവിക്കും? ഈ ജാതകന്റെ കല്യാണം കഴിഞ്ഞതായിട്ടാണല്ലോ കാണുന്നത്. അയ്യോ,